ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഇൻ്റർനാഷണൽ ലോയിലെ ടോപ്പിക്കായിട്ടുള്ള സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി റെഫേഴ്സ് ടു ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് എ സ്റ്റേറ്റ് വിൽ ബി റെസ്പോൺസിബിൾ ടു പേ കോമ്പൻസേഷൻ ഫോർ വയലേഷൻ ഓഫ് റൂൾസ് ഓഫ് ഇൻ്റർനാഷണൽ ലോയ. സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒരു സ്റ്റേറ്റ് എന്തെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ലോയിസിലെ റൂൾസ് വയലേറ്റ് ചെയ്യുമ്പോൾ അവിടെ കോമ്പൻസേഷൻ പേ ചെയ്യാൻ വേണ്ടി റെസ്പോൺസിബിൾ ആകുന്ന ആ ഒരു സാഹചര്യത്തെയാണ് സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ലോ റിലേറ്റിംഗ് ടു സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് ഇൻ എ ഡെവലപ്പിംഗ് സ്റ്റേറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ എന്താണ്? അതൊരു ഡെവലപ്പിങ്ങിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി അറൈസ് ആൻഡ് സ്റ്റേറ്റ് വുഡ് ബി ലയബിൾ ടു പേ കോമ്പൻസേഷൻ ടു ദ ഇൻജുവേർഡ് സ്റ്റേറ്റ്. ഇനി ഈ പറയാൻ പോകുന്ന സാഹചര്യങ്ങളിൽ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുകയും അവിടെ ഏത് സ്റ്റേറ്റിനാണോ ഇഞ്ചുറി പറ്റിയത് ആ ഇഞ്ചുറി പറ്റിയ ഇഞ്ചുവേർഡ് സ്റ്റേറ്റിന് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ലയബിൾ ആകുകയും ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ സാഹചര്യമാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡെലിങ്ക്വസി എന്നാണ്. ഇൻ്റർനാഷണൽ ഡെലിങ്ക്വസി എന്ന് പറയുന്നത് എന്താണ്? എവരി നെഗ്ലക്റ്റ് ഓഫ് ആൻ ഇൻ്റർനാഷണൽ ഡ്യൂട്ടി. ഒരു ഇൻ്റർനാഷണൽ ഡ്യൂട്ടിയിലെ നെഗ്ലക്റ്റിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഡെലിങ്ക്വസി എന്ന് വിളിക്കുന്നത്. ഇൻ്റർനാഷണൽ ഡെലിങ്ക്വസി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു സ്റ്റേറ്റ് ഒരു റോങ് കമ്മിറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഇൻ്റർനാഷണൽ ഡെലിങ്ക്വസി ഉണ്ടാകുന്നത്. ഇവിടെ റോങ് എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ചെയ്യുന്നതിൽ ഒരു ബ്രീച്ച്, ഒരു ലംഘനം വരുത്തുന്നതിനെയാണ് നമ്മളിവിടെ റോങ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഇമ്പോസ്ഡ് അപ്പോൺ എ സ്റ്റേറ്റ് അണ്ടർ ഇൻ്റർനാഷണൽ ലോ വിച്ച് ഇസ് നോട്ട് ദ ബ്രീച്ച് ഓഫ് പ്യൂർലി കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ. അവിടെ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ലോയാണ് അവിടെ ഇമ്പോസ് ചെയ്യുന്നത്, അല്ലാതെ അവിടെ ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ്റെ ബ്രീച്ച് അല്ല അവിടെ നടത്തുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ട് ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കാതെ അങ്ങനൊരു ബ്രീച്ച് അല്ല ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പം ഒരു സിറ്റിസൺ ഓഫ് എ സ്റ്റേറ്റ് കോസസ് ഡാമേജ് ഓർ ഹാം ടു ആൻ ഏലിയൻ. ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് ഒരു ഫോറിനർ വരുന്നു. ഏലിയൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോറിനർ, ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഒരാൾ വരുന്നു. അയാൾക്ക് ഒരു ഡാമേജ് ഇന്ത്യൻ സിറ്റിസൺ കോസ് ചെയ്യുന്നു എന്ന് വെക്കുക. ദാറ്റ് ഏലിയൻ ഗെറ്റ്സ് ദ റൈറ്റ് ടു ഫയൽ എ സ്യൂട്ട് ഫോർ കോമ്പൻസേഷൻ. അപ്പോൾ എന്താണ് ആ പറയുന്ന ഏലിയൻ അല്ലെങ്കിൽ ആ ഫോറിനർക്ക് ടു ദ ലോ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടാണ് ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി കോസ് ആകുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയുള്ളൊരു റൈറ്റ് ഉണ്ട്. ഓക്കെ, ഇൻ കേസ് ദ ഡിസിഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ആർബിട്രറി ആൻഡ് എഗനിസ്റ്റ് ജസ്റ്റിസ്. ആ ഏലിയൻ സ്യൂട്ട് ഫയൽ ചെയ്തു, പക്ഷേ അവിടെ ഡിസിഷൻ വന്നത് ഈ ഏലിയന് ആർബിട്രറി ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റിസ് നോക്കാതെയോ ആണ് എന്നുണ്ടെങ്കിൽ ഏലിയൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അയാളുടെ ഹോം സ്റ്റേറ്റിൽ പോയിട്ട് ഈ മാറ്റർ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എവരി സ്റ്റേറ്റ് ഈസ് അണ്ടർ എ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്റ്റ് ഏലിയൻസ് who is permitted to come to a state. Every state is under a responsibility to protect aliens. എല്ലാ സ്റ്റേറ്റുകൾക്കും എന്തുണ്ട്? ഏലിയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇൻ കേസ് ദർ ഈസ് ഫെയിലിയർ ഓഫ് ദ പാർട്ട് ഓഫ് എ സ്റ്റേറ്റ് ടു പ്രൊട്ടക്റ്റ് ഏലിയൻസ് ദേ വുഡ് ബി ലയബിൾ ടു പേ കോമ്പൻസേഷൻ. അങ്ങനെ ഒരു സ്റ്റേറ്റിന് ഏലിയൻസിനെ അല്ലെങ്കിൽ ഫോറിനേഴ്സിനെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് എന്താകുന്നു? കോമ്പൻസേഷൻ പേ ചെയ്യാൻ വേണ്ടി ലയബിൾ ആക്കി മാറുകയാണ്. ഒരു ഫോറിനർ ഇന്ത്യയിൽ വന്നു, അയാളുടെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്താകുന്നു? അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ലയബിളായി മാറുകയാണ് ചെയ്യുന്നത്. സ്റ്റേറ്റ് മേ ഓൾസോ ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ ഹാം കോസ്റ്റ് ടു ദ ഏലിയൻസ് ബൈ മോബ് വയലൻസ്. ഒരു മോബ് വയലൻസ് വഴി ഒരു ഏലിയന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി കോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിലും സ്റ്റേറ്റ് കോമ്പൻസേഷൻ പേ ചെയ്യാൻ വേണ്ടി റെസ്പോൺസിബിളായി മാറുന്നു. ഈ റെസ്പോൺസിബിലിറ്റി എറൈസ് ആവുന്നത് എപ്പോഴാണ്? വെൻ ദ സ്റ്റേറ്റ് ഹാസ് നോട്ട് മെയ്ഡ് ഡ്യൂ ഡെലിഗൻസ് ടു പ്രിവെൻറ്റ് ദ മോബ് വയലൻസ്. ഈ മോബ് വയലൻസ് തടയാൻ വേണ്ടി കൂടി തടയാൻ വേണ്ടി സ്റ്റേറ്റിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് അവിടെ എന്താകുന്നു? കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ലയബിളായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്, ഹ്യൂമൻസ് ക്ലെയിംസ് കേസ് അല്ലെങ്കിൽ USA വേഴ്സസ് മെക്സിക്കോ എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ദ മേയർ ഓഫ് എ ടൗൺ ഇൻ മെക്സിക്കോ ഓർഡേർഡ് ടു എ ലെഫ്റ്റനൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ് ഫോഴ്സ് ടു പ്രൊസീഡ് വിത്ത് ട്രൂപ്സ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ കേസിൻ്റെ അകത്ത്? മെക്സിക്കോ ടൗണിലെ മേയർ ഒരു സ്റ്റേറ്റിലെ ലെഫ്റ്റനൻറ്റിനോട് പറയുകയാണ് ഒരു ട്രൂപ്പിനെ എഗനിസ്റ്റായിട്ട് പ്രൊസീഡ് ചെയ്യുക. എന്തിനു വേണ്ടി? ടു പ്രിവെൻറ്റ് റയറ്റ് എഗനിസ്റ്റ് സർട്ടൺ അമേരിക്കൻ സിറ്റിസൺസിന് എഗനിസ്റ്റായിട്ട് റയറ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അത്. അപ്പോൾ ഈ അമേരിക്കൻ സിറ്റിസൺസ്
എന്താണ് ഒരു വീട്ടിൽ അവർ ഷെൽട്ടറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ട്രൂപ്പ് എന്തോ ചെയ്തു, അറൈവിങ് അറ്റ് ദ സീൻ ഓഫ് ദ റൈറ്റ്, ഈ കലാപം നടക്കുന്ന സ്ഥലത്ത് എത്തുകയും ഈ കലാപത്തിനെ തടയുന്നതിന് പകരം അവരെന്തു ചെയ്തു, അവർ ഈ വീടിന് നേരെ വെടിയുതിർത്തു. അങ്ങനെ അപ്പോൾ ഈ അമേരിക്കൻ റെഫ്യൂജീസിന് എഗനിസ്റ്റായിട്ടാണ് ഇവർ വെടി ഉതിർത്തത്. അങ്ങനെ അവിടെ കുറേ പേര് മരണപ്പെടുകയാണ്. കോടതി ഇവിടെ പറഞ്ഞത് മെക്സിക്കൻ ഗവൺമെൻറ് അവരുടെ ഇൻ്റർനാഷണൽ ഡ്യൂട്ടിയുടെ വയലേഷനാണ് നടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ പേ ചെയ്യാൻ റെസ്പോൺസിബിൾ ആണെന്നാണ്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്റ്റ് ഏലിയൻസ് ഓൾസോ എക്സ്റ്റെൻഡ് ടു ദ ഓഫീസേഴ്സ് ഓർ സെർവൻസ് ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഈ റെസ്പോൺസിബിലിറ്റി, ഈ ഏലിയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി പിന്നെ എവിടേക്കും എക്സ്റ്റെൻഡ് ആകുന്നുണ്ട്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഓഫീസേഴ്സിനും സെർവൻസിനും കൂടി എക്സ്റ്റെൻഡ് ആകുന്നുണ്ട്. ഇനി ഇവിടെ ഒരു കേസുണ്ട്, റിപ്പാരേഷൻ ഫോർ ഇഞ്ചുറി സഫേർഡ് ഇൻ ദ സർവീസ് ഓഫ് ദ UN. ഇവിടെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹെൽഡ് ചെയ്തത് എന്താണ്, UN എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ ക്യാൻ ക്ലെയിം ഫോർ ഇഞ്ചുറി സഫേർഡ് ബൈ ദ പേഴ്സൺസ് വർക്കിംഗ് അണ്ടർ ഇറ്റ് സർവീസ്. അവരുടെ സർവീസിൽ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇഞ്ചുറി സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അടുത്തത് റെസ്പോൺസിബിലിറ്റി ഫോർ എക്സ്പ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി ഓഫ് ഫോറിനേഴ്സിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ തട്ടിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അവകാശം ഒഴിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റി. If any state expropriate property of foreigners, state responsibility may arise. ഒരു സ്റ്റേറ്റ് ഫോറിനേഴ്സിൻ്റെ പ്രോപ്പർട്ടി തട്ടിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നു. ദ ഫോറിനർ ഹു ഈസ് അഗ്രേവ്ഡ്, ഇവിടെ അഗ്രേവ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ പ്രോപ്പർട്ടി കണ്ടുകെട്ടുന്നതിന് വേണ്ടി ക്ലെയിം ചെയ്യാനും അവരുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുമുള്ള അധികാരമുണ്ട്. കൺഫെസിക്കേഷൻ എന്ന് പറയുന്നത് കണ്ടുകെട്ടൽ എന്നാണ് അർത്ഥം. ഇഫ് ദ ഫോറിനർ ഈസ് നോട്ട് കോമ്പൻസേറ്റഡ് ഓർ ദി എക്സ്പ്രോപ്രിയേഷൻ വാസ് ഡിസ്ക്രിമിനേറ്ററി, അവിടെ എക്സ്പ്രോപ്രിയേഷൻ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടോ അല്ലെങ്കിൽ ഫോറിനർക്ക് അവിടെ കോമ്പൻസേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലോ അവിടെ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി അറൈസ് ആകുന്നതാണ്. ഇനി അടുത്തതാണ് റെസ്പോൺസിബിലിറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ഈ സ്റ്റേറ്റ് മേ എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റ് വിത്ത് ഫോറിനേഴ്സ്. സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു, ഫോറിനേഴ്സുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാറുണ്ട്. ദ കോൺട്രാക്റ്റ് മേ ബി ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്. എന്തിനൊക്കെ ആയിരിക്കാം കോൺട്രാക്റ്റ്, ചിലപ്പം ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയും ആയിരിക്കാം. ഇഫ് ദ സ്റ്റേറ്റ് കമ്മിറ്റ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ, അങ്ങനെ ഒരു സ്റ്റേറ്റ് ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ബ്രീച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫോറിനർക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി. സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഫോറിനർ ഈ സിറ്റിസൺ കാനോട്ട് നോർമലി ക്ലെയിം കോമ്പൻസേഷൻ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഫോറിനർ ഈസ് സിറ്റിസൺ, എന്താണ് ഒരു ഫോറിനർ ഏത് സ്റ്റേറ്റിൻ്റെ സിറ്റിസൺ ആണോ നോർമലി അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഇഫ് എ ഫോറിനർ ഡസ് നോട്ട് ഗെറ്റ് കോമ്പൻസേഷൻ ആൻഡ് ജസ്റ്റിസ് ഫ്രം ദ മുനിസിപ്പൽ കോർട്ട്, മുനിസിപ്പൽ കോടതിയിൽ നിന്നും അയാൾക്ക് ജസ്റ്റിസോ കോമ്പൻസേഷനോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അയാൾ ഏത് സ്റ്റേറ്റിൻ്റെ സിറ്റിസൺ ആണോ അവിടെ അയാൾക്ക് കോമ്പൻസേഷന് വേണ്ടി സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ ഒരു ഇവിടെ ഒരു ക്ലോസ് പറയുന്നുണ്ട്, കാൽവോ ക്ലോസ്. കാൽവോ ക്ലോസിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സംതിങ് സിറ്റിസൺ ഓഫ് വൺ സ്റ്റേറ്റ് മേ എഗ്രി വിത്ത് അനദർ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ സിറ്റിസൺ മറ്റൊരു സ്റ്റേറ്റുമായിട്ട് എഗ്രി ചെയ്യും. എന്താണ്, ഇൻ എനി മാറ്റർ എറേസിങ് ഔട്ട് ഓഫ് എ പർട്ടിക്കുലർ കോൺട്രാക്റ്റ്. ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ നിന്നും എറേസ് ചെയ്യുന്ന ഒരു മാറ്റർ ദേ വുഡ് നോട്ട് സീക്ക് ദ അസിസ്റ്റൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഹി സ്റ്റേറ്റ്. അയാൾ ഏത് സ്റ്റേറ്റിൻ്റെ സിറ്റിസൺ ആണോ ആ സ്റ്റേറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ അയാൾ അസിസ്റ്റൻസോ തേടാൻ പാടില്ല എന്ന് പറയും. അതിനെയാണ് കാൽവോ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോഴേ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്രീച്ച് ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഹോം സ്റ്റേറ്റിൽ പോയിട്ട് ഇത് ക്ലെയിം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ക്ലോസിനെയാണ് കാൽവോ ക്ലോസ് എന്ന് പറയുന്നത്. അത് ആ കോൺട്രാക്റ്റിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു മാറ്റർ. കുറേ ഡിസിഷൻസിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാൽവോ ക്ലോസ് എന്ന് പറയുന്നത് നൾ ആൻഡ് വോയിഡ് ആണെന്ന്. ബിക്കോസ് ഇൻഡിവിജ്വൽ കാനോട്ട് കോൺട്രാക്റ്റ് ഔട്ട് ദ റൈറ്റ് ഓഫ് ദ ഗവൺമെൻറ് ടു പ്രൊട്ടക്റ്റ് ഹിം. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്, ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ നിന്നും അവരുടെ റൈറ്റ് ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ പറഞ്ഞിട്ടുള്ള എന്തെന്ന് പറയുന്നത് കാൽവോ ക്ലോസ് എന്ന്
പറയുന്നത്. കാരണം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു ബ്രീച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വന്തം ഹോം കൺട്രിയിൽ കൊണ്ടുവന്നിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഇവിടെ എൽഓറോ മൈനിങ് ആൻഡ് റെയിൽവേ കമ്പനി ലിമിറ്റഡ് കേസ് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ബ്രിട്ടീഷ് മെക്സിക്കൻ ജനറൽ ക്ലെയിം ചെയ്തു. ആ ക്ലെയിംസ് കമ്മീഷൻ എന്തോ പറഞ്ഞു, കാൽവോ ക്ലോസ് വോയിഡ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നോർത്ത് അമേരിക്കൻ ഡ്രഡ്ജിങ് കമ്പനി കേസിൻ്റെ അകത്ത് ഇൻ ദിസ് കേസ് ദ ട്രിബ്യൂണൽ ഹെൽഡ് ദാറ്റ് കാൽവോ ക്ലോസ് വിച്ച് പ്രിവെൻറ്റ് എനി ഡിപ്ലോമാറ്റിക് ഇൻ്റർവെൻഷൻ ഈസ് വാലിഡ്. ഒരു ഡിപ്ലോമാറ്റിക് ഇൻ്റർവെൻഷന് പ്രിവെൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വാലിഡാണ് എന്നാണ് ഇവിടെ ഈ ട്രിബ്യൂണൽ ഈ കേസിൻ്റെ അകത്ത് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്